ഹായ്. സോ ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ IPO ഇഷ്യൂ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ന് മൺഡേ 9 മുതൽ വെനസ്ഡേ 11 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. അതിന്റെ ഒരു SWOT അനാലിസിസ് അല്ലെങ്കിൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ് എന്ന് പറയുന്ന SWOT അനാലിസിസിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടു. അത് ഞാൻ നിങ്ങളൊപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കമ്പനിയുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് മെയിൻ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, കമ്പനിയുടെ ലോൺസ് ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആണ് കമ്പയർ ടു പിയർ കമ്പനീസ്. രണ്ടാമത്തെ കാര്യം, കമ്പനിയുടെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്, അത് പറയുമ്പോൾ ഇപ്പോൾ ലോൺ എടുത്തിട്ട് പലിശയും ഇൻട്രസ്റ്റ് ഒക്കെ തിരിച്ചടയ്ക്കാത്ത ആൾക്കാരുണ്ടാവുന്നത്, അത് കമ്പനിക്ക് വളരെ കമ്പാരിറ്റീവ്ലി കമ്മിയാണ് കമ്പയർ ടു പിയർ കമ്പനീസ്. പിന്നെ വീക്ക്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മെയിൻ വീക്ക്നെസ് ആണുള്ളത്. ഒന്ന്, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കമ്പയർ ടു പിയർ കമ്പനീസ് കുറച്ച് കമ്മിയാണ്. രണ്ടാമത്തെ കാര്യം, കമ്പനിയുടെ അസറ്റ്സ് ചില സ്റ്റേറ്റുകളിൽ, ഇന്ത്യത്തെ ചില സ്റ്റേറ്റുകളിൽ കോൺസെൻട്രേറ്റഡ് ആണ്. അത് ജിയോഗ്രഫിക്കൽ സ്പെസിഫിക് റിസ്ക് വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അത് കുറച്ച് വീക്ക്നെസ് ആണ്. പിന്നെ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഹൗസിംഗ് ലോൺ സെക്ടർ ഉണ്ടല്ലോ, അത് തന്നെ 13 മുതൽ 15 CAGR ഗ്രോത്തിൽ ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ആ ഒരു മാർക്കറ്റിൽ ഈ കമ്പനിക്ക് നല്ലൊരു പൊസിഷൻ ഉണ്ട്. സോ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ ഫ്യൂച്ചറിൽ കമ്പനിക്ക് പറ്റും. പിന്നെ കമ്പനിയുടെ ത്രെഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ, കമ്പനിയുടെ മേജർ അസറ്റ്സും അല്ലെങ്കിൽ മേജർ ലോണും സെല് ചെയ്യുന്നത് ഈ തേർഡ് പാർട്ടി വെൻഡേഴ്സ് വഴിയാണ്. സോ നാളെ ആ തേർഡ് പാർട്ടി വെൻഡേഴ്സ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ പകരം LIC ഹൗസിംഗ് ഫിനാൻസോ അല്ലെങ്കിൽ പഞ്ചാബ് ഹൗസിംഗ് ഫിനാൻസോ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കമ്പനിയുടെ സെയിൽസിന് അടി കിട്ടും. ഇത് SWOT അനാലിസിസ് ആണ്. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു.